2026 ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക ആക്രമണം ആരംഭിച്ചു. ലക്ഷ്യം ഇറാന്റെ ഭരണ നേതൃത്വവും ആണവ കേന്ദ്രങ്ങളുമായിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു. ഇതോടെ യുദ്ധം തീവ്രതയിലെത്തി. പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും ലോകം സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത ആക്രമണങ്ങൾക്കായിരുന്നു. ലോകത്തെ മുൾമുനയിൽ നിർത്തിയ യുദ്ധസന്നാഹങ്ങൾക്കും പ്രസ്താവന യുദ്ധങ്ങൾക്കും ഒടുവിൽ ഇറാനുമായി 2 ആഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനും ഈ തീരുമാനം അംഗീകരിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഫീൽഡ് മാർഷൽ ആസിം മുനീർ എന്നിവരുമായി നടത്തിയ നിർണായക ചർച്ചകൾക്ക് പിന്നാലെയാണ് ഈ തീരുമാനം. യുദ്ധത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ സമയം വേണമെന്ന പാക് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ട്രംപ് അംഗീകരിക്കുകയായിരുന്നു. ഇതോടെ താൽക്കാലികമായി അടച്ചിരുന്ന ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകാൻ ഇറാനും സമ്മതിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ സമാധാന ചർച്ചകൾക്കായി 10 നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇറാനെതിരായ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം അംഗീകരിക്കുകയും ചെയ്യുക. ഹോർമുസിന് മേൽ ഇറാന് സാമ്പത്തികമായ നിയന്ത്രണം വേണം. ലബനാൻ, ഇറാഖ് തുടങ്ങിയ ഇറാനുമായി ബന്ധമുള്ള കക്ഷി രാഷ്ട്രങ്ങൾക്ക് മേലുള്ള ആക്രമണം നിർത്തണം. ഹോർമുസിൽ സ്വതന്ത്രവും സുരക്ഷിതവുമായ കപ്പൽ ഗതാഗതത്തിന് ആവശ്യമായ പ്രോട്ടോകോൾ നടപ്പാക്കുക. ആണവായുധങ്ങൾ കൈവശം വെക്കാതിരിക്കാൻ ഇറാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ്. ഇറാന് സമ്പൂർണ്ണമായ നഷ്ടപരിഹാരം വേണം. ഇറാനു മേലുള്ള എല്ലാ ഉപരോധങ്ങളും പ്രമേയങ്ങളും പിൻവലിക്കണം. വിദേശത്ത് മരവിപ്പിച്ച ഇറാന്റെ സ്വത്തുകൾ വിട്ടു നൽകുക. ഗൾഫ് ബേസുകളിലെ ആക്രമണത്തിനുള്ള US സൈനികരെ പിൻവലിക്കുക. സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിൽ ഇക്കാര്യങ്ങളെല്ലാം അംഗീകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങൾ ഇതിനോടകം കൈവരിച്ചുവെന്നും ഇറാന്റെ നിർദ്ദേശങ്ങളിൽ തുടർ ചർച്ചകൾ നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായി ഏപ്രിൽ 10-ന് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കും. ഇറാനിൽ മാത്രമല്ല, ലെബനൻ ഉൾപ്പെടെയുള്ള സംഘർഷിത മേഖലകളിലും ഈ വെടിനിർത്തൽ പ്രതിഫലിക്കും. ഇസ്ലാമാബാദിലെ ചർച്ചകൾ വിജയിച്ചാൽ ദശാബ്ദങ്ങളായി തുടരുന്ന അമേരിക്ക-ഇറാൻ ശത്രുതയ്ക്ക് ഒരു അന്ത്യമുണ്ടാകുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. യുദ്ധഭീതിയിൽ നിന്ന് നയതന്ത്രത്തിന്റെ മേശപ്പുറത്തേക്ക് ലോകം ഉറ്റുനോക്കുകയാണ്. ഇസ്ലാമാബാദിൽ നടക്കാൻ പോകുന്ന ചർച്ചകളാകും മിഡിൽ ഈസ്റ്റിന്റെ വിധി നിർണ്ണയിക്കുക.